ഭാരതിയുടെ മിത്തിക്കൽ റൊമാൻറ്റിക് ലവ് സ്റ്റോറി കനുപ്രിയ ഇതിഹാസ് ഖണ്ഡ് വരെ എത്തി നിൽക്കുമ്പോൾ സ്ത്രീയുടെ വിവിധ മാനസിക തലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി. നമ്മളതെല്ലാം കാണുകയുണ്ടായി. പൂർവരാഗിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രാധ, മഞ്ജരി പർണയിൽ ഫാൻറ്റസി വേൾഡിലുള്ള രാധ, സൃഷ്ടി സങ്കല്പിൽ കൃഷ്ണനോടൊത്ത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒത്തുചേരൽ അതിൽ പങ്കെടുക്കുന്ന രാധ, ഇതിഹാസിലെത്തി നിൽക്കുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു രാധ, ചോദ്യങ്ങൾ ചോദിക്കുന്ന രാധ, ഞാൻ വെറും ഒരു പാലമായിരുന്നു എന്ന് ചോദിക്കുന്ന രാധ, യുദ്ധത്തിൻ്റെ അമംഗൾ ഛായ കണ്ട് ദുഃഖിക്കുന്ന രാധ, പിന്നീട് ചോദ്യം ചോദിക്കുന്ന രാധ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ എന്നെയും ഈ യുദ്ധത്തിൻ്റെ അനിവാര്യത ഒന്ന് പറഞ്ഞു തരുമോ, ഞാനും ഒന്ന് കേൾക്കട്ടെ, ഈ യുദ്ധം ഇത്രയും അനിവാര്യമായിരുന്നോ, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ സാർത്ഥകത എന്താണ് എന്ന് കനുവിനോട് ചോദ്യം ചോദിക്കുന്ന രാധ. പിന്നീട് സ്വയം ആ ചോദ്യങ്ങളുടെ ഉത്തരം കേട്ടിട്ട് അതെല്ലാം അർത്ഥഹീനാണ്, മീനിങ്ലെസ് ആണ്, ശബ്ദ് അർത്ഥഹീനിൽ രാധ പറയുകയാണ്. രാധ ഇവിടെ ധർമ്മവീർ ഭാരതിയുടെ ഇമാജിനേഷനാണ്. ധർമ്മവീർ ഭാരതിയുടെ ആ ഒരു ഇമാജിനേഷനിലൂടെ തൻ്റെ കഥാപാത്രമായ രാധ പറയുകയാണ്. ആ വാക്കുകൾ, ആ ഗീതോപദേശം എല്ലാം തന്നെ അർത്ഥഹീനാണ്, ഒരു മീനിങ്ങും ഇല്ല. ഞാനതിൽ ഒരർത്ഥമേ കാണുന്നുള്ളൂ. കണ്ണൻ അത് പറയുമ്പം കണ്ണൻ കർമ്മം, ധർമ്മം, കർത്തവ്യം ഇതൊക്കെ പറയുന്നെങ്കിലും, നിർണയം, ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ പറയുന്നെങ്കിലും എൻ്റെ ചെവിയിൽ ആ വാക്കുകൾ എത്തുമ്പം രാധ 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 എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ കേൾക്കുന്നില്ല. പിന്നീട് നമ്മൾ രാധ ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ് കാണുന്നത്, ഒരു സമുദ്ര സ്വപ്നം. ധർമ്മവീർ ഭാരതി രാധയെ കൊണ്ട് ആ സ്വപ്നം കാണിക്കുന്നത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഈ യുദ്ധം, മഹാഭാരത യുദ്ധം യഥാർത്ഥത്തിൽ ജയിച്ചവരെ പോലും തോറ്റവരെ തുല്യമാക്കി എന്ന് പ്രൂവ് ചെയ്യാൻ രാധയെ കൊണ്ട് ആ ഒരു സ്വപ്നം കാണിക്കുക. അപ്പോൾ രാധ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ എന്ത് കാണുന്നു? സമുദ്രം കാണുന്നു. സ്വപ്നശാസ്ത്രം അനുസരിച്ച് ജലം, നദി, സമുദ്രം ഇതെല്ലാം കാണുന്നത് ആ സ്വപ്നം കാണുന്ന ആളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ളൊരു ശുഭലക്ഷണമാണ്. അപ്പം നമുക്ക് നോക്കാം, ഈ സമുദ്ര സ്വപ്നത്തിൽ രാധയുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. രാധ ഏത് സമുദ്രമാണ് സ്വപ്നം കാണുന്നത്? ജിസ്കി ശേഷ ശയ്യാ പർ തുമ്ഹാരേ സാത്ത് യുഗോ യുഗോ തക് ക്രീഡ കീ ഹൈ, ആജ് ഉസ് സമുദ്ര കോ मैंने സ്വപ്ന മേ ദേഖാ കനു. കനു, നിൻ്റെ കൂടെ യുഗയുഗങ്ങളായി ശേഷശയ്യയിൽ നമ്മൾ വസിച്ച ആ ശേഷനാഗിൻ്റെ ശയ്യയിൽ, സമുദ്രത്തിൽ നമ്മളെവിടെ വസിച്ചോ യുഗങ്ങളായി ആ സമുദ്രത്തിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? വിഷ്ണു അവതാരമെടുത്ത് കൃഷ്ണനായി വരികയും ഒപ്പം തന്നെ വിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയും അവതാരമെടുത്ത് വന്ന അതാണ് രാധ എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ ശേഷശയ്യ, ഈ ശേഷനാഗ്, നമ്മൾ ഈ രൂപം വിഷ്ണുവിൻ്റെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് അല്ലേ. ശേഷശയ്യയിൽ കിടക്കുന്ന വിഷ്ണു വളരെ ശാന്തനായി, ഇതിന് പ്രതീകാത്മകമായിട്ട് ഇതിന് പറയുന്നത് വളരെ അശാന്തമായ കടലിൽ പോലും ഈ ഒരു സർപ്പത്തിൻ്റെ കീഴിൽ ഒരാൾക്ക് ഇത്രയും ശാന്തമായിട്ട് കിടക്കാൻ പറ്റുന്നത്, അത് കാണിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളും ഇതേപോലെ മനസ്സിന് ഒരു സമചിത്തത പാലിക്കണം എന്നൊരു സന്ദേശമാണ്. വിഷ്ണുവിനെ പറ്റി പറയുന്നത്, മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നത് വളരെ ശാന്ത മനസ്സുള്ള ഒരു ഭഗവാനായിട്ടാണ് നമ്മൾ മഹാവിഷ്ണുവിനെ കാണുന്നത്. അപ്പോൾ ഈ ശേഷശയ്യ, ഈ സമുദ്രം, നമ്മൾ യുഗങ്ങളോളം നമ്മളതിൽ വസിച്ച ആ സമുദ്രമാണ് ഞാൻ ഇന്ന് സ്വപ്നത്തിൽ കണ്ടത്. സ്വപ്നത്തിൽ കാണുന്ന എന്താണ്? ലഹറോ കെ നീലെ അവഗുണ്ഠൻ മേ जहाँ सिंदूरी गुलाब जैसा सूरज खिलता था, वहाँ सैकड़ों निष्फल सीपियाँ छटपटा रही हैं और तुम मौन हो.
ഈ സൂര്യൻ സിന്ദൂരി ഗുലാബ് നിറത്തിൽ നല്ല ഓറഞ്ചിഷ് റെഡ് കളറിലെ നിറത്തിലുള്ള സൂര്യൻ ഈ തിരമാലകളുടെ ഒരു വസ്ത്രമണിഞ്ഞ് ഉദിക്കുന്ന സൂര്യൻ, ലഹറോം കെ നീലെ അവഗുണ്ഠന്മേ, തിരമാലകളാകുന്ന നീല വസ്ത്രമണിഞ്ഞ് ഉദിച്ചു വരുന്ന സൂര്യൻ. അവിടെ യൂഷ്വലി നല്ല പേൾസ്, ഓയിസ്റ്റർ എന്ന് നമ്മൾ പറയും, സീപ്പിയ, അതിൽ നല്ല ഒറിജിനൽ പേൾസാണത് ഫോം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ ഓയിസ്റ്ററിൻ്റെ അകത്തും മുത്ത് വരണമെന്നില്ല. ഇപ്പം ഇവിടെ രാധ സ്വപ്നത്തിൽ കാണുന്നത് നിഷ്ഫൽ സീപ്പിയാണ്. എന്നുവെച്ചാൽ ഈ ഓയിസ്റ്ററിൻ്റെ അകത്ത്, ഈ ചിപ്പികളുടെ അകത്ത് മുത്തുകളില്ല. ഓർ വേ ഛട്പട്ടാ രഹി ഹെ, അവരിങ്ങനെ പിടയ്ക്കുന്നത് പോലെ, കാരണം അവരുടെ ഒരു സാഫല്യം നേടാത്തത് കാരണം, അവരുടെ ആ ചിപ്പികളുടെ ഉള്ളിൽ പേൾ ഫോം ചെയ്യാത്തത് കാരണം, അപ്പോൾ ഒരു അശുഭ ലക്ഷണം പോലെ. ഒർത്തും മൗൻ ഹോ, എന്നിട്ട് ഇത് കണ്ടിട്ട് കണ്ണാ നീ വളരെ മൗനമായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് കണ്ടു? मैंने देखा कि अगणित विशुद्ध विक्रांत लहरें फेन का शिरस्त्राण पहने, सिवार का कवच धारण किए, निर्जीव मछलियों के धनुष लिए യുദ്ധമുദ്രാ മേ ആതുർ ഹേ. ഞാൻ ഈ സ്വപ്നത്തിൽ കാണുന്നത് ഈ തിരമാലകൾ, ഈ ലഹരി, അവർ യുദ്ധമുദ്രയിൽ നിൽക്കുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത്. തിരമാലകൾ എങ്ങനെ നിൽക്കുന്ന, ഈ അഗണിത്ത്, എണ്ണാൻ പറ്റാത്ത അത്രയും തിരമാലകളുണ്ട്. അവരെല്ലാം വിശുദ്ധമായി വളരെ ദേഷ്യപ്പെട്ട് വിക്രാന്ത് ലഹരി, ഇങ്ങനെ ആക്രോശിച്ചു വരുന്ന യോദ്ധാക്കളെ പോലെ ഈ തിരമാലകൾ നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ ശിരസ്ത്രാൺ, അവരുടെ ശിരസിൽ അണിയുന്ന ആ ഒരു കവചം, എന്നുവെച്ചാൽ അവർക്ക് ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ശിരസിൽ അണിയുന്ന ആ ശിരസ്ത്രാൺ, അത് ഫേനാണ്. ഫേൻ എന്ന് വെച്ചാൽ ഈ പത, ഈ ഞൊരയും പതയും, നമ്മൾ ഈ ലഹരി ഇങ്ങനെ വരുമ്പം, തിരമാലകൾ വരുമ്പോൾ ഇത് കണ്ടതായി ഈ കാണുന്ന പോലെ ആ ഫേൻ. പിന്നെ സിവാർക്ക കവച് ധാരൺ കിയെ, പിന്നെ ഈ യോദ്ധാക്കൾ യുദ്ധമുദ്രയിൽ നിന്നുകൊണ്ട് അവരുടെ കവചമായിട്ട് ഉപയോഗിക്കുന്നത്, അവരുടെ ശരീരം, അവരുടെ നെഞ്ച് മറയ്ക്കാൻ അവർ കവചമായിട്ട് ഉപയോഗിക്കുന്നത് സിവാറാണ്. സിവാർദായി ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ടല്ലോ, മെറൈൻ പ്ലാന്റ്സ്, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ തിരമാലകൾ ഇങ്ങനെ ഉദിച്ചു വന്ന് അവരുടെ ശിരസ്ത്രാൺ പോലെ ആ പത കാണുന്നു, അവരുടെ നെഞ്ചിൽ ഈ ഒരു സിവാർ ഇങ്ങനെ കിടക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കവചമാണെന്നത്. പിന്നെ അവർ ധനുഷായിട്ട് ഉപയോഗിക്കുന്നത്, അമ്പും വില്ലുമായിട്ട് ഉപയോഗിക്കുന്നത് നിർജീവ് മച്ഛലിയ, ചത്തൊടുങ്ങിയ മീനുകളെല്ലാം അവർ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, യുദ്ധമുദ്രയിൽ വളരെ വിശുദ്ധമായി നിൽക്കുന്ന അഗണിത് ലഹരി, എണ്ണമറ്റാത്ത തിരമാലകൾ. അതാണ് ഞാൻ കാണുന്ന കാഴ്ച. ഇതെല്ലാം ഈ യുദ്ധമുദ്രയിൽ നിൽക്കുന്ന ലഹരിയും ഈ ഒരു തിരമാലകളെ കണ്ടിട്ട് ഞാൻ നോക്കുമ്പം കണ്ണൻ എങ്ങനെ നിൽക്കുന്നു? തും കഭി മധ്യസ്ഥ ഹോ, കഭി തടസ്ഥ, കഭി യുദ്ധരത്ത്. ചില സമയത്ത് ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്ന കണ്ണൻ, ചില സമയത്ത് തട്ടസ്ഥ എന്ന് പറയുമ്പം ഇംപാർഷ്യലായിട്ട് ആരുടെയും പക്ഷം ചേരാതെ നിൽക്കുന്ന കണ്ണൻ. കഭി യുദ്ധരത്ത്, ചില സമയത്ത് യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു സേനാപതിയെ പോലെ നിൽക്കുന്ന, ഒരു സാരഥിയെ പോലെ നിൽക്കുന്ന കണ്ണൻ. ഇങ്ങനെയാണ് ഞാൻ കണ്ണനെ ആ സമയത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ സ്വപ്നത്തിലെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ശുഭമല്ല, അമംഗളാണ്. തിരമാലകൾ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വരുന്ന സൈനികരെ പോലെ നിൽക്കുന്നതും, കണ്ണൻ അവിടെ മൗനമായിട്ട് നിൽക്കുന്നു, ചിലപ്പം മധ്യസ്ഥത കാണിക്കുന്നു, ചിലപ്പം തട്ടസ്ഥമായിട്ട് നിൽക്കുന്നു, ഇംപാർഷ്യലായിട്ട് നിൽക്കുന്നു, ആരുടെയും പക്ഷം ചേരാതെ നിൽക്കുന്നു, ചിലപ്പം യുദ്ധത്തിന് തുനിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു സീനാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. और मैंने देखा कि अंत में तुम थक कर इन सब से खिन्न, उदासीन, विस्मित और कुछ आहत मेरे कंधों से टिक कर बैठ गए हो. പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എന്താണ്? അന്തമേ തും തക്ക് കർ, കണ്ണൻ അങ്ങ് ക്ഷീണിച്ച്, ചില സമയത്ത് ആ യുദ്ധത്തിൻ്റെ ആവേശത്തിൽ നിൽക്കുന്ന കണ്ണൻ, മറുവശത്ത് ക്ഷീണിച്ച്, സബ്സേ ഖിന്ന്, എല്ലാത്തിനോടും ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട്, ഖിന്നായിട്ട്, ഉദാസീനായിട്ട്, ഒന്നിനോട് ഒരു അടുപ്പമില്ലാത്ത രീതിയിൽ, ഉദാസീൻ എന്ന് വെച്ചാൽ എല്ലാത്തിനോടും ഒരു നിർവികാരത. പിന്നെ വിസ്മിത്ത്, ചിലപ്പോൾ അതിശയം പൂണ്ട നേത്രങ്ങളോടെ നോക്കുന്ന. ഓർ കുച്ച് ആഹത്ത്, ചില സമയത്ത് തോന്നും വളരെ വിഷമം ഏറ്റുവാങ്ങിയ കണ്ണൻ. മേരെ കന്ധോം സെ ടിക് കർ ബാഠ് ഗയേ ഹോ, എൻ്റെ തോളിൽ ചാരി
ഈ ഒരു വികാരത്തോടെ ഇരിക്കുന്ന കണ്ണൻ. ഏത് വികാരത്തോടെ? ക്ഷീണിച്ച് വളരെ ഇറിറ്റേറ്റഡായിട്ട് ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ല. കാരണം യുദ്ധത്തിന് പോകുന്ന ഒരാൾ യുദ്ധം ജയിക്കണമെന്ന താല്പര്യം വരുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഉദാസീനായിട്ട് വിസ്മിത് ഓർ കുച്ച് കുച്ച് ആഹത്, വളരെയധികം മുറിവേറ്റ മനസ്സോടുകൂടി എൻ്റെ കന്ധോ സെ ടിക് കർ, രാധയുടെ തോളിൽ ചാരി ഇരിക്കുന്ന കണ്ണൻ. ഇതും ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. और मैंने देखा कि अंत में तुम थक कर इन सब से खिन्न, उदासीन, विस्मित और कुछ कुछ आहत मेरे कंधों से टिक कर बैठ गए हो. और फिर मैं क्या देखती हूँ, പിന്നീട് ഞാൻ കാണുന്നത് तुम्हारी अनमनी भटकती उंगलियाँ तट की गीली बालू पर कभी कुछ लिख देती हैं. പിന്നീട് ഞാൻ കാണുന്നത് കണ്ണൻ്റെ ഭട്ടക്തി ഉംഗ്ലിയ, വിരലുകൾ, ഉംഗ്ലിയ, അത് അൻമനി ഭട്ടക്തി എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി അല്ല, ഈ വിരലുകൾ താനെ അറിയാതെ വഴിതെറ്റി പോകുന്നത് പോലെ. തട്ടുക്കി ഗീലി ബാലു പർ, ആ സമുദ്രത്തിൻ്റെ ആ തീരത്തുള്ള ആ നനഞ്ഞ പൂരി മണ്ണിൽ, ഇങ്ങനെ നനഞ്ഞ മണ്ണിൽ ഇങ്ങനെ എഴുതുകയാണ്. കഭി കുച്ച് ലിഖ് ദേത്തി ഹൈ, किसी उपलब्धि को व्यक्त करने के अभिप्राय से नहीं. ഏതെങ്കിലും ഒരു ഉപലബ്ധി, ഏതെങ്കിലും ഒരു നേട്ടം, അത് വ്യക്തമാക്കാനല്ല അത് എഴുതുന്നത്. യൂഷ്വലി യുദ്ധം കഴിഞ്ഞ് ഒരാൾ എഴുതുകയാണെങ്കിൽ ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ വിക്ടറി നേടി എന്നാണ് എഴുതേണ്ടത് ആ വിരലുകൾ. പക്ഷേ ഇവിടെ ഒന്നും നേടിയതായിട്ടല്ല എഴുതുന്നത്. കാരണം ആ വിരലുകൾ പർപ്പസ്ഫുള്ളി അല്ല അനങ്ങുന്നത്, അത് അൻമനി ഭട്ടക് റഹി ഹൈ, മനസ്സില്ലാ മനസ്സോടെ അത് ഇങ്ങനെ താനെ അറിയാതെ ആ വിരലുകൾ എഴുതുകയാണ്. किसी उपलब्धि को व्यक्त करने के अभिप्राय से नहीं, मात्र उंगलियों के ठंडे जल में डुबोने का क्षणिक सुख लेने के लिए. ആ വിരലുകൾ ആ നനഞ്ഞ മണ്ണിലിങ്ങനെ വിരലോടുമ്പം ഒരു പ്രത്യേക സുഖം കിട്ടും. ആ ഒരു ക്ഷണികമായ സുഖത്തിന് വേണ്ടി മാത്രമാണ് ആ വിരലുകൾ അങ്ങനെ എഴുതുന്നത്. और तुम्हारी अनमनी भटकती उंगलियां तट की गीली बालू पर कभी कुछ लिख देती हैं. किसी उपलब्धि को व्यक्त करने के अभिप्राय से नहीं, मात्र उंगलियों के ठंडे जल में डुबोने का क्षणिक सुख लेने के लिए. आज उस समुद्र को मैंने स्वप्न में देखा कनु, विष भरे फेन, निर्जीव सूर्य, निष्फल सीपियाँ, निर्जीव मछलियाँ, लहरें नियंत्रणहीन होती जा रही हैं. और तुम तट पर बाँह उठा कर कुछ कह रहे हो, पर तुम्हारी कोई नहीं सुनता. ആ സമുദ്രത്തിനെ ഞാനിന്ന് സ്വപ്നത്തിൽ കണ്ടു കനു. എന്നിട്ട് അവിടെ വേറെ എന്തൊക്കെയാണ് കണ്ടത്? ആ ഫെയിൻ, ആ പതയും ഞുരയും എല്ലാം വിഷം പോലെയാണ് എനിക്ക് തോന്നിയത്. ആ തിരമാലകളുടെ മുകളിലുള്ള ആ ഒരു ഫോം, ആ വിഷം പോലെ തോന്നുന്നു. സൂര്യൻ നിർജീവമായിട്ട് തോന്നി. സീപ്പിയ, ആ ചിപ്പികൾ നിഷ്ഫലായിട്ട് തോന്നി, മീനിങ്ലെസ് ആയിട്ട് തോന്നി, അതിൻ്റെ അകത്ത് മുത്തുകളില്ല. നിർജീവ് മച്ലിയ എന്ന് വെച്ചാൽ എല്ലാം ഒരു അശുഭ ലക്ഷണം. ചത്തൊടുങ്ങി കിടക്കുന്ന കുറേ മീനുകൾ, മത്സ്യങ്ങൾ, നിർജീവമായ സൂര്യൻ, അർത്ഥം കാണാത്ത ചിപ്പികൾ, പിന്നെ ഈ വിഷം പോലെ തോന്നുന്ന ഫെയിൻ. ലഹരയും നിയന്ത്രണഹീൻ ഹോത്തി ജാ റഹി ഹൈ, തിരമാലകളെ ആർക്കും കൺട്രോളും ചെയ്യാൻ ഒക്കുന്നില്ല. എല്ലാം കൊണ്ടും ഒരു അശുഭ ലക്ഷണം. പിന്നെ ആകെ ഒരു ആശ്വാസം കനുവിനെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം കനു എന്ത് ചെയ്യുന്നു? തും തട്ട് പർ ബാഹ് ഉഠാ കർ കുച്ച് കെഹ രഹേ ഹോ. ആ തീരത്തിരുന്ന്, സമുദ്രതീരത്തിരുന്ന് കനു എന്തോ പറയാൻ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു. പർ തുമ്ഹാരി കോയി നഹി സുൻത. ഈ ഇതിഹാസ് സഞ്ചാലകനായ, ഈ ഒരു ഇതിഹാസ് നിർമ്മാത, ഒരു ഹിസ്റ്ററി ക്രിയേറ്റർ, ഒരു യുദ്ധ മാനിപ്പുലേറ്ററായ കണ്ണനെ പോലും ആ തിരമാലകൾ അനുസരിക്കാതെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഞാൻ കാണുന്ന കാഴ്ച അതാണ്. കണ്ണൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല, അവരതനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് എന്താണ് കണ്ണൻ ചെയ്യുന്നത്? അന്തമേ തും ഹാർ കർ ലോട്ട് കർ थक कर मेरे वक्ष के गहराव में अपना चौड़ा माथा रख कर गहरी नींद में सो गए हो. और मेरे वक्ष का गहराव
समुद्र में बहता हुआ बड़ा सा ताजा क्वारा मुलायम गुलाबी വട്ടപത്ര ബൻ ഗയാ ഹെ. പിന്നീട് ഞാൻ കാണുന്നത് ക്ഷീണിച്ച് അവശനായി തോൽവി സമ്മതിച്ച ഒരു കണ്ണനെയാണ് ഞാൻ കാണുന്നത്. തും ലോട്ട് കർ ഹാർ കർ thक കർ, തിരിച്ചു വന്നു തോൽവി ഏറ്റ് തിരിച്ചു വരുന്ന ക്ഷീണിച്ച ഒരു കണ്ണനെ ഞാൻ കാണുന്നു. എന്നിട്ട് കണ്ണൻ മേരെ വക്ഷ് കെ ഗഹരാവുമേ, എൻ്റെ നെഞ്ചിലോട് ചേർന്ന് അപ്നാ ചോടാ മാഥ രഖ് കർ, തൻ്റെ ശിരസ് കണ്ണൻ എൻ്റെ നെഞ്ചിലോട് ചേർന്ന് വെച്ചിട്ട് ഗഹരി നീന്ത് മേ സോ ഗയ ഹോ, അങ്ങ് ക്ഷീണിച്ച് ഒരു ശിശു അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് എന്നുവെച്ചാൽ തോറ്റ് തിരിച്ചു വരുന്ന ഒരു ശിശു, വളരെ വിഷമിച്ചു വരുന്ന ശിശു ആശ്വാസം കണ്ടെത്തുന്നത് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ മേരെ വക്ഷ് കാ ഗഹറാവോ സമുദ്രമേ ബഹത്താ ഹുവ ബടാ സാ താസ ക്വാര മുലായം ഗുലാബി വട്ടപത്ര ബൻ ഗയാ ഹെ. ഞാൻ കാണുന്നത് സ്വപ്നത്തിൽ എൻ്റെ ആ ഒരു എൻ്റെ വക്ഷ് അത് വലിയൊരു വട്ടപത്രമായി മാറി, ഒരു വലിയൊരു ആലിലയായി മാറി. ഇതിൽ ആലില കൃഷ്ണൻ്റെ ഒരു സങ്കല്പം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അത് പറയപ്പെടുന്നത് പണ്ട് വലിയ മഹാപ്രളയം ഉണ്ടായപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലും മത്സ്യപുരാണിലും ബൈബിളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഇങ്ങനൊരു വലിയ മഹാപ്രളയം ഉണ്ടായ ഒരു കാര്യം പറയുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇങ്ങനൊരു പ്രളയം വന്നപ്പോൾ ജനങ്ങളെല്ലാം വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാർക്കണ്ഡേയ മുനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാനിടയായെന്നാണ് പറയുന്നത്. ഒരു വലിയ ആലിലയിൽ ഒരു ശിശു സുസ്മേയവദനായി കിടക്കുന്നു, വളരെ ശാന്തനായി, അതും തൻ്റെ കാലിലെ തള്ളവിരൽ ഊറിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെയാണ് അവർ കണ്ടത്. അപ്പോൾ മാർക്കണ്ഡേയ വളരെ മുനി മാർക്കണ്ഡേയ ഇത് വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ണൻ്റെ ഉള്ളിലേക്ക് മാനസികമായിട്ട് മുനി പ്രവേശിക്കുകയും അവിടെ ഈ സമസ്ത ലോകം വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് മുനി കണ്ടത്. അങ്ങനെയാണ് ഈ വട്ടപത്രസായി കൃഷ്ണനെ നമ്മൾ ആലില കണ്ണൻ എന്നുള്ള നമ്മൾ പൂജിക്കുന്നത്. അത് സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിൽ വളരെയധികം കാണപ്പെടുന്നു. പിന്നീട് ഈ സന്താന ലബ്ധിക്ക് വേണ്ടി സ്ത്രീകൾ ഈ ഒരു ആലില കൃഷ്ണനെ പൂജിച്ചാൽ അതിന് സാഫല്യമുണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രാധ സ്വപ്നത്തിൽ അത് കാണുന്നു. രാധ കാണുന്നത് കണ്ണൻ തൻ്റെ നെഞ്ചോട് ചേർന്ന് തൻ്റെ നെഞ്ചൊരു വലിയ ആലിലയായി മാറുന്ന ഒരു കാഴ്ചയാണ് രാധ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി ഈ സ്വപ്നം രാധയ്ക്ക് ഫേവറബിളായിട്ട് വരികയാണ്. അപ്പോൾ സ്വപ്നശാസ്ത്രത്തിൽ പറഞ്ഞ നദിയും കടലുമൊക്കെ കാണുന്നത് സ്വപ്നം കാണുന്ന ആൾക്ക് ശുഭമാണെന്ന് പറയുന്നത് ഇവിടെ യുദ്ധത്തിൽ തോറ്റ് ക്ഷീണിച്ച് യുദ്ധത്തിനോട് വിരക്തി തോന്നി വരുന്ന ഒരു കണ്ണനാ കാണുന്നെങ്കിലും രാധയ്ക്ക് അതൊരു ജയമാണ്. കാരണം രാധയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണനാണ് നമ്മൾ അവസാനം ധർമ്മവീർ ഭാരതി നമ്മളെ കാണിക്കുന്നത്. യുദ്ധമെല്ലാം കഴിഞ്ഞ് വലിയ നേട്ടം നേടാൻ പോയ ഘാട്ടിയോ സെ ശിഖരവും തക്ക്, വലിയ കൊടുമുടി നേടിയെടുക്കാൻ പോയ ഇതിഹാസ് നിർമ്മാത ആയ കൃഷ്ണൻ വാസ്തവത്തിൽ യുദ്ധം കഴിഞ്ഞ് ജയിച്ചെങ്കിലും രാധയുടെ മുമ്പിൽ ഒരു തോറ്റ ഒരു ശിശുവിൻ്റെ ഒരു അവസ്ഥയിലാണ് മേരെ വക്ഷ് കെ ഗഹരാവ് മേ മാഥ തേക് കർ കൃഷ്ണ ആശ്രയം പ്രാപിക്കുന്നത്. ജിസ് പർ തും ഛോട്ടേ സെ ഛോനെ കി ഭാന്തി ലഹരോं के पालने में മഹാപ്രളയ കെ ബാദ് സോ രഹേ ഹോ. ആ മഹാപ്രളയം കഴിഞ്ഞ് ഒരു കൊച്ചു കുട്ടി ആ ഇലയിൽ ഉറങ്ങുന്ന പോലത്തെ അതേമാതിരി എൻ്റെ വക്ഷിൽ ആ ഗഹരി നീന്ത് മേ തും സോ ഗയേ ഹോ. നീന്ത് മേ തുമാരെ ഹോട്ട് ധീരെ ധീരെ ഹിൽത്തെ ഹേ. പക്ഷേ ഉറക്കത്തിലും ഫുള്ളി ഉറങ്ങുന്നില്ല കണ്ണൻ. കണ്ണൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കണ്ണൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വധർമ്മ, ആഖിർ മേരെ ലിയേ സ്വധർമ്മ ക്യാ ഹേ और लहरें थपकी दे देकर तुम्हें सुलाती हैं. ഒരു വശത്ത് തിരമാലകൾ ഇങ്ങനെ തലോടി തലോടി കണ്ണനെ ഉറങ്ങൂ ഉറക്കത്തിലേക്ക് പോകൂ. കാരണം എന്താണ്? നിദ്ര സമാധി ഹേ, സോ ജാओ യോഗി രാജ് സോ ജാओ. അങ്ങനെ ഈ തിരമാലകൾ തലോടി തലോടി നിന്നെ ഉറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കണ്ണൻ ഉറങ്ങുന്നില്ല. കണ്ണൻ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്വധർമ്മ, ആഖിർ മേരെ ലിയേ സ്വധർമ്മ ക്യാ ഹേ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നീന്ത് മേ തുമ്ഹാരെ ഹോട്ട് ധീരെ ധീരെ ഹിൽത്തെ ഹേ. ഉറക്കത്തിലും ആ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നത് എനിക്ക് കാണാം.
ആ ചുണ്ടുകളിലൂടെ എന്താണ് ചോദിക്കുന്നത്? എൻ്റെ സ്വധർമ്മം എന്താണ് ആക്ച്വലി? ഓർ ലഹരെ തപ്കി ദേ ദേക്കർ തുമേ സുലാത്തി ഹേ. തിരമാലകൾ നിങ്ങളെ ഓർക്കാൻ ശ്രമിക്കുന്നു. സോ ജാओ യോഗിരാജ്, സോ ജാओ, നിദ്ര സമാധി ഹേ. नींद में तुम्हारे ओठ धीरे धीरे हिलते हैं. न्याय अन्याय, सद असद, विवेक अविवेक, कसौटी क्या है? ആഖിർ കസൗട്ടി ക്യാ ഹെ. ഈ ചുണ്ടിങ്ങനെ കണ്ണൻ്റെ ചുണ്ടിങ്ങനെ അനങ്ങി അനങ്ങി എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ന്യായം, എന്താണ് അന്യായം, എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് വിവേകം, എന്താണ് അവിവേകം, ഇതിൻ്റെ എല്ലാം കസോട്ടി ക്യാ ഹെ, ഇതിൻ്റെ എല്ലാം ഒരു അളവുകോൽ എന്താണ്? ആഖിർ കസോട്ടി ക്യാ ഹെ. കാരണം ഒരാൾക്ക് ന്യായമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് അത് അന്യായമായിട്ട് തോന്നാം. ഒരാളുടെ സത്യം മറ്റൊരാൾക്ക് അസത്യമായിട്ട് തോന്നാം. ഒരാളുടെ വിവേകം മറ്റൊരാൾക്ക് അവിവേകമായിട്ട് തോന്നാം. അപ്പോൾ എന്ത് സ്റ്റാൻഡേർഡ് ബേസിസിലാണ് ഞാനിതെല്ലാം അളന്നത് എന്ന് കണ്ണന് ഒരു സംശയം തോന്നും. ഞാൻ ചെയ്ത ന്യായം ശരിയായിരുന്നോ അതോ അന്യായമായിരുന്നോ? ഞാൻ സത്യം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമായിരുന്നോ? എൻ്റെ വിവേകം യഥാർത്ഥത്തിൽ അവിവേകമായിരുന്നോ എന്ന ചോദ്യം കണ്ണനെ അലട്ടുകയാണ്. और लहरें थपकी दे देकर तुम्हें सुला देती हैं. सो जाओ योगेश्वर, सो जाओ. ജാഗരൻ സ്വപ്ന ഹെ, ഛൽന ഹെ, മിഥ്യ ഹെ. ഈ തിരമാലകൾ ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി, ഉറങ്ങിക്കോളൂ യോഗേശ്വർ, കണ്ണാ നീ ഉറങ്ങിക്കോ. കാരണം ജാഗരൻ സ്വപ്ന ഹെ, ഉണർന്നെണീൽക്കുന്നത് യഥാർത്ഥത്തിൽ സ്വപ്നമാണ്, വഞ്ചനയാണ്, ഛൽനാണ്, മിഥ്യയാണ്. ഉണർന്നിരുന്നാൽ ഈ കാണുന്നതെല്ലാം മിഥ്യയാണ്. അതുകൊണ്ട് നീ ഉറങ്ങിക്കോളൂ, ഉറങ്ങുന്നതിലാണ്, നിദ്രയാണ് സമാധി എന്നെനിക്ക് പറയുന്നത് പോലെ തോന്നും. नींद में तुम्हारे होंठ धीरे धीरे हिलते हैं. न्याय अन्याय, सद असद, विवेक अविवेक, कसौटी क्या है? आखिर कसौटी क्या है? और लहरें थपकी दे कर तुम्हें सुला देती हैं. सो जाओ योगेश्वर, जागरण स्वप्न है, छलना है, मिथ्या है. പിന്നീട് ഞാൻ കാണുന്നത് എന്താണ്? तुम्हारे माथे पर पसीना झलक आया है और होंठ काँप रहे हैं और तुम चौंक कर जाग जाते हो और तुम्हें कोई भी कसौटी नहीं मिलती और जुए के पासे की तरह तुम निर्णय को फेंक देते हो. പിന്നീട് ഞാൻ കാണുന്നത് കണ്ണൻ്റെ നെറ്റിത്തടങ്ങളിൽ എല്ലാം വിയർപ്പ്. പസീന ഝലക്കായാ ഹെ, തുമാരെ മാഥേ പർ പസീന ഝലക്കായാ ഹെ और होंठ काँप रहे हैं. അധരങ്ങളെല്ലാം ഇങ്ങനെ, ചുണ്ടുകളെല്ലാം ഇങ്ങനെ വിറയ്ക്കുന്നു. और तुम चौंक कर जाग जाते हो, കണ്ണൻ ഞെട്ടി എണ്ണീക്കുന്നു. ഓർ തുമേ കോയി ഭി കസോട്ടി നെഹി മിൽത്തി. എന്നിട്ട് ഒരു അളവ് പോലും കറക്റ്റായിട്ടുള്ളത് കണ്ണന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓർ ജുവേക്കെ പാസേക്ക് ഇത്തര തും നിർണയക്കോ ഫേങ്ക് ദേത്തേ ഹോ. നമ്മളിങ്ങനെ ടോസ് എടുത്തില്ലേ കോയിൻ, അത് ഫെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്യാൻ ഒക്കാത്തപ്പം, നമ്മൾ കറക്റ്റ് നിർണ്ണയം എടുക്കാൻ ഒക്കാത്തപ്പം നമ്മൾ ചുമ്മാ ജുവേക്കെ പാസേക്ക് ഇത്തര നമ്മളിങ്ങനെ പകിട് എറിയുന്നത് പോലെ, ഇപ്പം നമ്മൾ ലൂഡോ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ അതിന് ഡൈസ് എറിയുന്നത് പോലെ നമുക്ക് ലക്കൊണ്ടേ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കണ്ണൻ ജുവേക്ക് പാസേക്ക് ഇത്തറ അങ്ങനെ എടുത്തൊരു ഡിസിഷനാണ് ഇത്. ഈ യുദ്ധത്തിൽ പാണ്ഡവരുടെ കൂടെ നിന്നത് അങ്ങനത്തെ ഒരു ഡിസിഷനായിപ്പോയി എന്ന് ഞെട്ടി എണ്ണീറ്റ് കണ്ണൻ പറയുകയാണ്. ജോ മേരെ പേത്താനെ ഹേ വഹ സ്വധർമ്മ, जो मेरे सिरहाने हैं वह अधर्म. और यह सुनते ही लहरें घायल सांपों सी लहर लेने लगती हैं और प्रलय फिर शुरू हो जाती है. എന്നിട്ട് ഇങ്ങനെ പകിട് എറിഞ്ഞിട്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുവാണ്. എൻ്റെ കാൽക്കൽ നിൽക്കുന്നത് എൻ്റെ സ്വധർമ്മം, എൻ്റെ ശിരസിൻ്റെ അടുത്ത് നിൽക്കുന്നത് അധർമ്മം. ഇപ്പോൾ ഈ യുദ്ധം അനിവാര്യമാണെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പാണ്ഡവരും കൗരവരും അവരുടെ നേതാക്കൾ ഓടി അർജുനനും ദുര്യോധനനും കണ്ണൻ്റെ ഹെൽപ്പിന് വേണ്ടി കണ്ണൻ്റെ അടുത്തേക്ക് ദ്വാരകാപുരിയിലെത്തുകയുണ്ടായി. അപ്പോൾ കണ്ണൻ അവിടെ ആ സമയത്ത് കൃഷ്ണൻ നിദ്രയിലായിരുന്നു, റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അർജുനൻ കാൽക്കൽ നിന്നു, ദുര്യോധനൻ ശിരസിൻ്റെ അടുത്ത് നിന്നു. കണ്ണ് തുറന്നപ്പം ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നീ കണ്ണ് തുറന്നപ്പം നിനക്ക് പകിട് എറിയുമ്പം ഒരു തീരുമാനം എടുക്കുന്നത് പോലെ ആയിപ്പോയി. കാൽക്കൽ നിൽക്കുന്ന ആൾ സ്വധർമ്മമാണെന്നും ശിരസിൻ്റെ അടുത്ത് നിൽക്കുന്ന ദുര്യോധനൻ അധർമ്മത്തിൻ്റെ പക്ഷത്താണെന്നും നീ അങ്ങനെയാണോ തീരുമാനിച്ചത്? നിൻ്റെ തീരുമാനം തെറ്റിപ്പോയി, നീ നിർണയം എടുത്തത് തെറ്റിപ്പോയി. നീ യുദ്ധത്തിൽ
എന്തിനെയാണോ സ്വധർമ്മവും അധർമ്മവും എന്ന് പറഞ്ഞത് അത് തന്നെ തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെയാണ് ധർമ്മീർ ഭാരതി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു തീം മുന്നോട്ട് വെക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ധർമ്മം എവിടെയായിരുന്നു അധർമ്മം എവിടെയായിരുന്നു എന്ന് വരെ തെറ്റിപ്പോയി. കണ്ണനെടുത്ത തീരുമാനം തെറ്റായിരുന്നു, നിർണയം തെറ്റായിരുന്നു. അത് രാധയുടെ സ്വപ്നത്തിലൂടെ ആണെങ്കിലും അങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് ധർമ്മീർ ഭാരതി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ധർമ്മം, എന്തായിരുന്നു അധർമ്മം? और यह सुनते ही लहरें घायल सांपों सी लहर लेने लगती हैं और प्रलय फिर शुरू हो जाती है. ഇത് കേട്ടിട്ട് ഞാൻ പിന്നെ കാണുന്നത് പിന്നെയും ഈ മുറിവേറ്റ സർപ്പങ്ങളെ പോലെ ഈ ലഹരുകളെല്ലാം കൂടെ, ഈ തിരമാലകളെല്ലാം കൂടെ മുറിവേറ്റ സർപ്പങ്ങളെ പോലെ, ഘായൽ സാപ്പോ സി പ്രളയ ഫിർ ശുരു ഹോ ജാത്തി ഹെ, പിന്നെയും ആവശ്യത്തോടെ തിരമാലകൾ അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. और तुम फिर उदास होकर किनारे बैठ जाते हो और विषादपूर्ण दृष्टि से शून्य में देखते हुए कहते हो, यदि कहीं उस दिन मेरे पैताने दुर्योधन होता तो, आह इस विराट समुद्र के किनारे ओ अर्जुन मैं भी अबोध बालक हूँ, आज मैंने समुद्र को स्वप्न में देखा करूँ. പിന്നെ രാധ പറയാണ്, തും ഉദാസ് ഹോക്കർ കിനാരെ ബാറ്റ് ജാത്തെ ഹോ. പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് കണ്ണൻ വളരെ വിഷമിച്ച് ഉദാസ് ഹോക്കർ ആ കടൽ തീരത്തിരിക്കുകയാണ്. ഓർ വിഷാദപൂർണ്ണ ദൃഷ്ടി സേ ശൂന്യമേ ദേഖ്തേ ഹോ. വളരെ വിഷമിച്ച്, ഇത്രയും വിഷാദം ഭാവം കണ്ണനിൽ ഞാൻ കണ്ടിട്ടില്ല. ശൂന്യതയിലേക്ക് നോക്കുന്ന കണ്ണൻ. ഓർ कहते हो यदि कहीं उस दिन मेरे पैताने दुर्योधन होता तो. എന്നിട്ട് കണ്ണൻ പറയുന്നത് എന്താണ്? അന്നെൻ്റെ പേത്താനെ, എൻ്റെ കാൽഭാഗത്ത്, ഞാൻ ഉറക്കണീറ്റപ്പോൾ എൻ്റെ കാലിൻ്റെ വശത്ത് നിന്നത് എൻ്റെ ആരായിരുന്നു? എൻ്റെ പൈത്താനെ ദുര്യോധനായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയേനെയോ? ഇസ് വിരാട് സമുദ്ര കെ കിനാരെ ഓ അർജുൻ മേ ഭി അബോധ് ബാലക് ഹൂം. ഈ വിശാലമായ കടലിൻ്റെ അടുത്ത് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ അർജുൻ. ഞാനൊരു അബോധ ശിശുവിനെ പോലെ, ഒരു അറിവില്ലാത്തൊരു പയ്യനെ പോലെ ഞാൻ ഈ സമുദ്രത്തിൻ്റെ അടുത്ത് പകച്ചു നിൽക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, അന്നെൻ്റെ കാൽക്കൽ ദുര്യോധനായിരുന്നു നിന്നതെങ്കിൽ എൻ്റെ തീരുമാനം ആയിരിക്കുമായിരുന്നു. ഞാനൊരു അറിവില്ലാത്തൊരു ശിശുവിനെ പോലെ ഇവിടെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അർജുൻ. ആജ് മേനെ സമുദ്രക്കോ സ്വപ്നമേ ദേഖാ കനു. രാധ പറയാണ്, ഞാൻ ആ സമുദ്രത്തിനെ ഇന്ന് സ്വപ്നത്തിൽ കണ്ടു കനു. ഏത് സമുദ്രം? നമ്മൾ യുഗയുഗങ്ങളാൽ ശേഷശയ്യയിൽ വളരെ ആനന്ദമായിട്ട് വസിച്ചിരുന്ന ആ സമുദ്രത്തിൽ ഇന്ന് വളരെ വിശുദ്ധമായ, വളരെയധികം വിഷമിക്കിച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു കണ്ണനെ ഞാൻ ഇന്ന് ആ കടൽ തീരത്ത് കണ്ടു. പിന്നീട് രാധ കാണുന്നത് എന്താണ്? തട്ട് പർ ജലദേവദാരോ മേ बार बार कंठ खोलती हुई हवा के गूंगे झकोरे, बालू पर अपने पग चिन्ह बनाने के करुण प्रयास में बैसाखियों पर चलता हुआ इतिहास. പിന്നീട് ഞാൻ കാണുന്നത് ആ കടൽ തീരത്ത് വലിയ വലിയ തിരമാലകൾ, അത് ജലദേവദാരുവെ പോലെ. ദേവദാരു വലിയ വൃക്ഷമാണ്, അതിവിശാലകമായ വൃക്ഷങ്ങളാണ് ദേവദാരു. ഇവിടെ ഉദ്ദേശിക്കുന്നത് കവി ഈ തിരമാലകൾ ഇങ്ങനെ ജലദേവദാരുകളെ പോലെ, വലിയ വൃക്ഷങ്ങളെ പോലെ തിരമാലകൾ ഉയർന്നു വന്ന് ബാർ ബാർ കണ്ഠ് ഖോൽത്തി ഹുയി ഹവ കെ ഗൂംഗെ ഝക്കോരെ. ആ തിരമാലകൾ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, കടലിനടുത്തിരിക്കുന്നവർ നമുക്കറിയാം, ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കുന്നു. അതിൽ ബാലു പർ അപ്നെ പഗ് ചിഹ്ന ബനാനെ കെ കരുൺ പ്രയാസ് മേ ബൈസാഖിയോ പർ ചൽത്താ ഹുവ ഇതിഹാസ്. എന്നിട്ട് ആ കടൽ തീരത്ത് ആ മണ്ണുകളിൽ തൻ്റെ കാൽപാദം, തൻ്റെ ഫുട് സ്റ്റെപ്സ് പതിപ്പിക്കാൻ എന്ന വണ്ണം ബൈസാഖിയിൽ നടക്കുന്ന ഇതിഹാസ്. ബൈസാഖി എന്ന് വെച്ചാൽ സ്ട്രെച്ചേഴ്സ്, സ്വന്തമായിട്ട് നടക്കാൻ പറ്റാത്ത കാലും കയ്യും ഒക്കെ ഒടിഞ്ഞവർ നടക്കുന്നതാണ് ഈ സ്ട്രെച്ചേഴ്സ്, ബൈസാഖി. അതിൽ നടക്കുന്ന ഇതിഹാസം എന്ന് വെച്ചാൽ ഇതിഹാസം തന്നെ പൂർണ്ണമല്ല. അതാണ് ധർമ്മീർ ഭാരതി പറഞ്ഞു വെക്കുന്നത്. ഇതിഹാസം നിർമ്മിക്കപ്പെട്ടു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു വലിയ യുദ്ധം മഹാഭാരത യുദ്ധമായിരുന്നു. ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും
കവി ഇവിടെ പറയുന്നത് ഈ യുദ്ധം നേടിത്തന്നത് ബൈസാഖ്യോം പർ ചൽത്താ ഹുവ ഇതിഹാസാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ലഹറോ മേ തുമ്ഹാരെ ശ്ലോകോं से अभिमंत्रित गांडीव गले हुए सिवार सा उतरा आया है. ഗാന്ധീവ് ആ ഒരു ശസ്ത്രം അത് ഒരു കാലത്ത് ശ്ലോകങ്ങളാൽ മന്ത്രങ്ങളാൽ വളരെ പവർഫുള്ളായിരുന്നു. അതിപ്പം ഗളേ ഹുവേ സിവാർ സ ഉത്തരായ ഹെ, ഈ പായൽ പോലെ, ഈ മെറൈൻ പ്ലാന്റ്സ് പോലെ, അളിഞ്ഞ മെറൈൻ പ്ലാന്റ്സിനെ പോലെ നിൻ്റെ ഗാന്ധീവം അവിടെ കിടക്കുകയാണ്. और अब तुम तटस्थ हो और उदास, വളരെ ഉദാസായി, വളരെ സാഡായിട്ട് തട്ടസ്ഥ ഹോ. തട്ടസ്ഥ എന്ന് പറയുമ്പം ഒന്നിനോടും, ഈ തടസ്സത എന്ന് പറയുമ്പം ജയിച്ചുമില്ല തോറ്റുമില്ല, രണ്ടുമല്ലാത്തൊരു അവസ്ഥ. നേടിയോ എങ്കിൽ നേടി, നേടിയില്ലയോ എന്ന് ചോദിച്ചാൽ നേടിയില്ല, ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന കണ്ണൻ. സമുദ്ര കെ കിനാരെ നാരിയൽ കെ കുഞ്ച് മേ और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो. പിന്നീട് ഞാൻ കാണുന്നത് തട്ടസ്ഥ ഹോക്കർ ഉദാസ് ഹോക്കർ, വളരെ ക്ഷീണിച്ച് വിഷമിച്ച് കണ്ണൻ എവിടെ ഇരിക്കുന്ന, സമുദ്രതീരത്ത് ഒരു തെങ്ങും തോപ്പിൽ. നാരിയൽ കെ കുഞ്ചുമേ, അവിടെ ഒരു വലിയ പ്രായം ചെന്ന പീപ്പിൾ കാ വൃക്ഷ്, ഒരു ബാനിയൻ ട്രീ, ഒരു ആല്. ഈ ആല് വൃക്ഷങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാർമ്മിക റിലീജിയസ് ആസ്പെക്റ്റിൽ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഈ ആല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് കൃഷ്ണൻ സ്വയം പറഞ്ഞെന്നാണ് പറയുന്നത്, മേ വൃക്ഷോ മേ പീപ്പിൾ ഹൂ ജിസ്കെ ജഡ് മേ ബ്രഹ്മാജി ഹേ. ഇതിൻ്റെ വേരിൽ ബ്രഹ്മ വസിക്കുന്നു. തനേ മേ വിഷ്ണുജി ഹേ, ഇതിൻ്റെ ആ സ്റ്റെമ്മിൽ അവിടെ വിഷ്ണു വസിക്കുന്നു. ഓർ അഗ്രഭാഗല്ലേ ഇലകളിൽ ശിവൻ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ പൂജിക്കുന്ന ഒരു വൃക്ഷമാണ് പീപ്പിൾ കാ വൃക്ഷ്. അവിടെ ചുപ്ചാപ് ബൈഠേ ഹോ തും മൗന പരിശമിത് വിരക്ത്, വളരെ വിരക്തമായി മൗനമായി ദുഃഖിച്ച് ഒന്നിനോടൊരു മമതയില്ലാതെ അവിടെ ഇരിക്കുകയാണ്. ഓർ പെഹ്ലി ബാർ ജൈസെ തുമ്ഹാരി അക്ഷയ തരുണായി പർ ഥകാൻ ഛാ രഹി ഹെ. അന്നാദ്യമായിട്ടാണ് വളരെ സ്ഥിരം അക്ഷയ തരുണായി. അക്ഷയ തരുണായി എന്ന് വെച്ചാൽ ഒരു ഈ യൗവനം ഒരിക്കലും വിട്ടുമാറാത്ത കണ്ണൻ, അക്ഷയമായ തരുണായി. പക്ഷേ അതിൽ തന്നെ ഒരു വയസ്സായവരുടെ ഒരു ക്ഷീണം എനിക്ക് കാണാനിടയായി ആദ്യമായിട്ട്. കണ്ണൻ ഒരു യൗവനത്തിൻ്റെ പ്രതീകമായ കണ്ണൻ, പക്ഷേ ആ ദിവസം ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് വളരെ ക്ഷീണിച്ച് പ്രായത്തിൻ്റെ ഒരു പ്രതിഫലനം കാണുന്ന ഒരു രൂപം കണ്ണനിൽ. അതാണ് ഞാൻ അന്ന് കണ്ടത്. സമുദ്ര കെ കിനാരെ നാരിയൽ കെ കുഞ്ച് ഹേ और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो मौन परिशमित विरक्त और पहली बार जैसे तुम्हारी अक्षय तरुणाई पर थकान छा रही है. എന്താണ് നടന്നത്? और चारों ओर एक खिन्न दृष्टि से देख कर एक गहरी सांस लेकर तुमने असफल इतिहास को जीर्ण वसन की भांति त्याग दिया है. പിന്നീട് ഒരു ദീർഘശ്വാസമെടുത്തിട്ട് വളരെ ഖിന്ന ദൃഷ്ടി സെ ദേഖക്കർ, വളരെ ഇറിറ്റേറ്റഡായിട്ട് നാല് ചുറ്റിനും നോക്കിയിട്ട്, തുമ്നെ അസഫൽ ഇതിഹാസ് കോ, ആ ഒരു അൺസക്സസ്ഫുൾ ഹിസ്റ്ററി അതിനെ എടുത്തങ്ങ് വലിച്ചൂരി എറിഞ്ഞ പോലെ, നമ്മൾ ജീർണ വസ്ത്രം എടുത്ത് എറിയുന്ന പോലെ എടുത്ത് എറിയുകയുണ്ടായി. और चारों ओर एक खिन्न दृष्टि से देखकर एक गहरी सांस लेकर तुमने असफल इतिहास को जीर्ण वसन की भांति त्याग दिया है. വളരെ മൗനമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലെ കണ്ണൻ ചെയ്തത്, പിന്നീട് നാല് വശത്തും ഒരു വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു നോട്ടം നോക്കിയിട്ട് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഒരു ജീർണ വസ്ത്രം നമ്മൾ അഴിച്ചു മാറ്റുന്നത് പോലെ ഈ ഇതിഹാസിനെ, ആ അത്രയും ഇതിഹാസ നിർമ്മാതാവാണെന്നുള്ള ആ ഒരു കിരീടം, മുൾക്കിരീടം എടുത്തങ്ങ് എറിയും. और इस क्षण केवल अपने में डूबे हुए दर्द में पके हुए तुम्हें बहुत दिनों बाद मेरी याद आई है. ആ നിമിഷം ആ ഇതിഹാസ ക്രിയേറ്റർ എന്നുള്ള ആ ഒരു ഭാരം തലയിൽ നിന്ന് മാറ്റി വെച്ചപ്പോഴാണ് കണ്ണ ഒരുപാട് നാളിന് ശേഷം
വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദർദ് മേ പക്കേ ഹുവേ, വേദന കൊണ്ട് പൊളയുന്ന, മാനസിക വ്യഥ കൊണ്ട് പൊളയുന്ന കണ്ണന് മേരി യാദായി, എന്നെ ഓർമ്മ വന്നു കണ്ണന്. ഞാനതാണ് സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ അത് രാധയ്ക്കൊരു വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള നിമിഷമാണ്. സ്വപ്നത്തിൽ ആണെങ്കിൽ കൂടി കണ്ണൻ എന്നെ ഓർക്കുന്നല്ലോ. ആ നിമിഷത്തിൽ കണ്ണൻ എന്നെ ഓർത്തു, എന്നെ ഓർമ്മ വന്നു കണ്ണന്. कांपती हुई दीप लो जैसे पीपल के पत्ते एक एक कर बुझ गए ഉത്തർത്താ ഹുവ അന്ധിയാര. പിന്നീട് കാണുന്നത് ഈ അണയുന്ന ദീപങ്ങളെ പോലെ, ഓരോ ദീപവും ഇങ്ങനെ അണഞ്ഞു വരുന്ന പോലെ ആ പീപ്പിളിൻ്റെ ഇലകൾ എല്ലാം അങ്ങനെ എനിക്ക് തോന്നി. ഓരോന്നായിട്ട് ഇരുട്ട് മൂടി വന്നപ്പോൾ ഓരോ ഇലകളും ദീപങ്ങൾ ഇങ്ങനെ അണയുന്ന പോലെ എനിക്ക് തോന്നി. ഉത്തർത്താ ഹുവ അന്ധിയാര, എന്നിട്ട് നല്ല അന്ധകാരമായി. സമുദ്ര കി ലഹരേ അബ് തുമ്ഹാരി ഫൈലി ഹുയി സാവരി ശിഥിൽ ബാഹേ ഹേ, ഭട്ടക്തി സീപ്പിയാ തുമ്ഹാരെ കാംപ്തേ അധർ. പിന്നീട് ഞാൻ കാണുന്നത് ആ തിരമാലകളെല്ലാം കണ്ണൻ്റെ ശിഥിലമായ കൈകൾ പോലെ എനിക്ക് തോന്നി. തുമ്ഹാരി ഫൈലി ഹുയി സാവരി ശിഥിൽ ബാഹേ, ഇരുണ്ട് മൂടി വന്നപ്പോൾ എനിക്ക് ആ തിരമാലകളെല്ലാം കണ്ണൻ്റെ ആ ഒരു നിറത്തിലുള്ള ശിഥിലമായ കൈകൾ പോലെ എനിക്ക് തോന്നി. ഭട്ടക്തി സീപ്പിയ തുമ്ഹാരെ കാംപ്തേ അധർ, അതുപോലെ ആ ചിപ്പികൾ, ആ അസഫലായ ചിപ്പികൾ കണ്ണൻ്റെ അധരങ്ങൾ പോലെ തോന്നി. ഒറബ് ഇസ് ക്ഷൺ തും കേവൽ ഏക് ഭരി ഹുയി പക്കി ഹുയി ഗഹരി പുകാർ ഹോ, സബ് ത്യാഗ് കർ മേരെ ലിയെ ഭട്ടക്തി ഹുയി. ആ നിമിഷം എനിക്ക് തോന്നിയത് കണ്ണൻ എന്നെ തന്നെ വളരെ അധികം എന്നെ തന്നെ കാംക്ഷിച്ചു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഈ ഗഹരി പുകാർ, ഒരു ആർത്തനാദം പോലെ ഉള്ളിൽ നിന്ന് കണ്ണൻ കരഞ്ഞ് എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. സബ് ത്യാഗ് കർ മേരെ ലിയെ ഭട്ടക്തി ഹോയി, എല്ലാം വലിച്ചെറിഞ്ഞിട്ട്, ഈ യുദ്ധം, ഈ നേട്ടം, ഈ ജയം, ഈ ഇതിഹാസ നിർമ്മാത എന്നുള്ള കിരീടം എല്ലാം അഴിച്ചു വെച്ചിട്ട് ആ അന്ധകാരമായ ആ സമയത്ത് എനിക്ക് തോന്നിയത് കണ്ണൻ എന്നെ തേടി മേരെ ലിയെ ഭട്ടക്തേ ഹുവേ, എല്ലാം ത്യജിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ച കണ്ണനെയാണ് ഞാൻ സമുദ്രമേ എക് സ്വപ്നമേ മേനെ ദേഖ. അപ്പോൾ ഈ സമുദ്ര സ്വപ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ ധർമ്മവീർ ഭാരതി രാധയുടെ സ്വപ്നത്തിലൂടെ നമ്മളിത് കാണിക്കുകയാണ്. കണ്ണൻ എല്ലാം നേടിയിട്ടും അവസാനം പറയുന്ന ചോദ്യം എന്താണ്? ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്ന് സ്വയം കൃഷ്ണന് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും സത്യവും അസത്യവും വിവേകവും അവിവേകവും ഇതെല്ലാം ഞാൻ നിർണയിച്ചത് തന്നെ തെറ്റിപ്പോയോ എന്നുള്ളൊരു ചോദ്യം കണ്ണൻ്റെ മുമ്പിൽ വരികയും അവസാന നിമിഷം എല്ലാം വലിച്ചെറിഞ്ഞ് രാധയെ തേടി വരുന്ന കൃഷ്ണനെയാണ് ധർമ്മവീർ ഭാരതി ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഇതോടെ നമ്മുടെ ഇതിഹാസ് ഖണ്ഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിഹാസ് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നുപോയി. ഇതിഹാസിൽ തന്നെ നമ്മൾ വിപ്രലബ്ധയായ രാധയെ കണ്ടു, ഞാനൊരു പാലമാണോ എന്ന് ചോദിക്കുന്ന രാധയെ കണ്ടു, സേതുമേൽ, ഉസി ആം കെ നീച്ചെ, അതേ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഓർമ്മകളാൽ എത്തുന്ന രാധയെ കണ്ടു, യുദ്ധത്തിൻ്റെ അനിവാര്യത ചോദ്യം ചെയ്യുന്ന അമംഗൽ ഛായ കണ്ടു, ഗ്രാമവാസികൾക്ക് വളരെയധികം അശുഭമായിട്ട് തോന്നുന്ന യുദ്ധത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി കാണിച്ചു. ഏക് പ്രശ്നയിൽ ചോദ്യം ചോദിക്കുന്ന രാധ അർജുനന് മനസ്സിലാക്കിയതുപോലെ എന്നെയും ഒന്ന് പറഞ്ഞു തരുമോ? ഒരു നിമിഷം ഞാൻ സമ്മതിക്കാം, എൻ്റെ ഈ ഭാവാവേശമെല്ലാം മിഥ്യയായിരുന്നെന്നു, വെറും നിറം പിടിപ്പിച്ച വാക്കുകളായിരുന്നെന്നു, പക്ഷേ മീനിങ്ലെസ് ആയിരുന്നെന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷേ കണ്ണൻ്റെ സത്യം, യുദ്ധസത്യം എന്താണെന്ന് എനിക്കൂടെ മനസ്സിലാക്കി തരൂ എന്ന് ചോദിക്കുന്ന രാധ. പിന്നീട് ശബ്ദ അർത്ഥഹീനിൽ സ്വയം അതിന് ഉത്തരം കണ്ടെത്തുന്ന രാധ. ആ വാക്കുകളെല്ലാം കൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞാലും അത് വെറും വാക്കുകളാണ്. ആ വാക്കുകൾ അർജുനൻ ഒരുപക്ഷെ മനസ്സിലായി കാണും, പക്ഷേ എൻ്റെ കാതുകളിലെത്തുമ്പോൾ അത് രാധേ രാധേ എന്ന് മാത്രമായി മാറുന്നു. എന്നുവെച്ചാൽ സ്ത്രീക്ക് യുദ്ധം, അതിൻ്റെ അനിവാര്യത ഒരിക്കലും മനസ്സിലാവില്ല. സ്ത്രീക്ക് പ്രണയം മാത്രമേ മനസ്സിലാകൂ. സമുദ്ര സ്വപ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ രാധ സ്വപ്നത്തിൽ കാണുന്നു കൃഷ്ണൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട്, യുദ്ധം എല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഒന്നും നേടാത്തവനെ പോലെ തന്നെ തേടിയെത്തുന്ന, തൻ്റെ നെഞ്ചോട് ചേർന്ന്, തൻ്റെ നെഞ്ചൊരു വട്ടപത്രമായി ഒരു വലിയ ആലിലയായി മാറുന്നതും അതിൽ ശാന്തമായി ഉറങ്ങുന്ന കണ്ണനെയാണ് രാധ
കാണുന്നത്. അപ്പം നമ്മളിനി അടുത്തത് സമാപനിലേക്ക് പോകാം.